മറ്റു വാർത്തകൾ നോക്കാം. ആധാറിന് ഇനി മലയാളി മുഖം. തൃശൂർ ചാലക്കുടി സ്വദേശി രൂപകൽപ്പന ചെയ്ത മുദ്ര ഇനി ആധാർ മാസ്കോട്ടിലൂടെ നാടറിയും. ചാലക്കുടി സ്വദേശി അരുൺ ഗോകുലാണ് ആധാർ അതോറിറ്റിക്കായി ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യാനുള്ള മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. ഇനി അരുൺ ഡിസൈൻ ചെയ്ത ഭാഗ്യചിഹ്നമായിരിക്കും ആധാറുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലും അറിയിപ്പുകളിലും ഉപയോഗിക്കുക. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ UIDAI ചെയർമാൻ നീലകണ്ഠ മിശ്ര ഭാഗ്യചിഹ്നം അനാവരണം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 875 എൻട്രികളിൽ നിന്നാണ് അരുണിന്റെ ഡിസൈൻ തിരഞ്ഞെടുത്തത്. UIDAI എന്ന വാക്കുമായി ചേർന്ന് വരുന്ന ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി പറഞ്ഞാൽ തൃശ്ശൂരുള്ള ഒരു സുഹൃത്ത് വരികയാണ്. പിന്നെ അവൻ ഡിസൈൻ ചെയ്തൊരു ഇമേജ്, അതിന്റെ ഇത്ര സ്പെസിഫിക്കേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസിന്റെ. അപ്പൊ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അതിന്റെ ഒരു ലിങ്ക് ഇട്ടു തന്നു. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ആദർശികമായിട്ടാണ് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. അവർ കുറെ പാരാമീറ്റേഴ്സ് അതിൽ പറഞ്ഞിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്മൈലിംഗ് ഫേസ് വേണമെന്ന് കണ്ടിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾ തുടങ്ങി വളരെ പ്രായമായവർക്ക് വരെ സ്ട്രൈക്ക് ആവണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് ഒരു ഡിസൈൻ ഇനിയൊരു കുറച്ച് മണിക്കൂറുകൾ കൂടി ഉള്ളത് അതിനാ സൈറ്റിൽ ലോക്കാവുന്ന കണ്ടത്. പക്ഷെ അതിനുശേഷം എക്സ്റ്റൻഷൻ നടത്തിയത് അത് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പൊ വളരെ പെട്ടെന്ന് ചെയ്തൊരു ഡിസൈൻ വളരെ സിമ്പിളായി. അപ്പൊ ഒരു പ്രൈസോ കാര്യങ്ങളോ ഞാൻ അതിൽ ഒട്ടും എക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് തന്നെ സത്യമായിട്ടും തുറന്നു പറയാം. എറണാകുളത്തുള്ള ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് മാനേജറാണ് ചാലക്കുടി തൈവളപ്പിൽ അരുൺ ഗോകുൽ. രാജ്യത്താകെ ഓൺലൈനിലൂടെ മത്സരാടിസ്ഥാനത്തിലായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നത്തിൽ അരുൺ ഗോകുൽ എംബ്ലം തയ്യാറാക്കിയതും അയച്ചതും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.